നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കലയപുരം ആശ്രയയിലേക്ക് പുതിയ 2 അതിഥികൾ കൂടി. കുളത്തൂപ്പുഴയിലുള്ള തുളസീധരൻ, ചന്ദ്രൻ എന്നിവരെയാണ് ആശ്രയ ഇപ്പോൾ പുതിയതായി ഏറ്റെടുത്തിരിക്കുന്നത്. ഭാര്യയ്ക്ക് എന്തോ ജോലി? ഭാര്യക്ക് ജോലിയൊന്നും വീട്ടിൽ ജോലിയോ? മക്കൾക്ക് എന്തൊക്കെ ജോലി? ജോലി അവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. മൂത്ത മോള് BA കയറി, ഇളയ മോള് SLC. രണ്ടുപേരും 2 പെണ്ണും ഒരാണ്. ഇളയ മോനും SSLC. വിദ്യാഭ്യാസം കൊടുത്തു. എന്ത് ചെയ്യാൻ പറയാം, കഷ്ടത്തിന് അവസാനം രാത്രിയും പകലും കിടന്ന് കട്ടിലും കസേരയൊക്കെ വരിഞ്ഞ് പഠിപ്പിച്ചു. തുളസീധരൻ പിള്ള നാടെവിടെ? സ്വന്തം നാടെവിടെയാ? പനമ്പറ്റ. പനമ്പറ്റ ഇവിടെ അടുത്താണല്ലോ. അത് വീട്ടിലാരൊക്കെ ഉള്ളത്? വീട്ടിൽ ഇപ്പൊ ആരുമില്ല. ഭാര്യ എന്ത് ചെയ്യേ? ഭാര്യ പിണങ്ങിപ്പോയി. പിണങ്ങിപ്പോയി. മക്കളെത്ര? 2 പേര്. അവരൊക്കെ എന്ത് ചെയ്യുന്നു? അവരൊക്കെ എവിടെ ദൂരം എന്നെ ആർക്കും വേണ്ട. ആർക്കും വേണ്ടാഞ്ഞിട്ടാണ് ഇവിടെ വന്നത്? ആർക്കും വേണ്ടാഞ്ഞിട്ടല്ല ഇവിടെ വന്നത്. അറിയലും വേണ്ടുന്നവരുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. ഇവിടെ വന്നപ്പോ ഇപ്പൊ എല്ലാരും എനിക്ക് എന്റെ ബന്ധുക്കാരും സ്വന്തക്കാരുമായി. അതെ അതെ. അപ്പൊ ഇന്നിപ്പോ ഈ തുളസീധരൻ പിള്ള, ചന്ദ്രൻ എന്നീ 2 ആളുകളെ കുളത്തൂപ്പുഴ എന്നാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ബഹുമാന്യായ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ഇവരുടെ ഏറ്റെടുക്കാനിടയായത്. ഇന്ന് പ്രസിഡന്റ് ഫോണിൽ വിളിച്ചിരുന്നു. 2 ആളുകൾ, ഒരു തുളസീധരൻ പിള്ളയും ഒരു ചന്ദ്രൻ, 2 പേര് അവശരായി അവിടെ കടത്തിണ്ണയിലും ഒക്കെ ആയിട്ടാണ് കഴിഞ്ഞിരുന്നത്. അവരെ സംരക്ഷിക്കാൻ ആളില്ല. ഒരാളുടെ കാലൊടിഞ്ഞ് വാക്കുകേടായിരിക്കുകയാണ്, പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. തുളസീധരൻ പിള്ളയ്ക്കും ശാരീരികമായിട്ടുള്ള വൈഷമ്യങ്ങളുണ്ട്. 2 പേർക്കും ഒന്നുപോലെയാണ് ദുർഗതി പിടിപെട്ടത്. 2 പേരും വിവാഹം കഴിച്ചവരാണ്, മക്കളുള്ളവരാണ്. ഭാര്യമാർക്കും വേണ്ട, മക്കൾക്കും വേണ്ടാത്തൊരു സാഹചര്യമാണ് ഈ 2 ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഇവരുടെ കയ്യിലിരിപ്പ് കുഴപ്പമാണോ എന്ന് നമുക്കറിയില്ല, അത് ഈശ്വരനെ അറിയാവൂ. നമ്മൾ മക്കളെയൊക്കെ നന്നായിട്ട് സംരക്ഷിച്ചെങ്കിൽ മക്കൾ നമ്മളെ നോക്കിയേനെ. കുഴപ്പവും നമ്മുടെ കുറവുകൾ കാണും അല്ലേ? നമുക്കിപ്പോ ജാതി മതമൊന്നും അല്ലല്ലോ സാറേ. അല്ലല്ല. ഇപ്പം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അതാണോ? യേശു ഒന്ന്, ശിവൻ, പരമശിവൻ വേറെ, മഹാവിഷ്ണു വേറെ, എല്ലാം ഓരോരുത്തരും ഓരോരോ. കാരണം നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ. നമ്മൾ ഈ അമ്പലത്തിൽ പോയിട്ട് വന്നവരാണ് സാറേ എനിക്ക് പറ്റിയത്. ശരി ശരി ശരി. അമ്പലത്തിൽ പോയിട്ട് വന്ന് നടന്നു വന്ന് ഞാൻ ഒരു ഈ സ്ലാവിന്റെ മണ്ട ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഈ കാർ ഇങ്ങനെ എടുക്കുമെന്നുള്ള ഞാൻ അറിഞ്ഞു. ചെറിയൊരു ഇതായിരുന്നു. അവര് കാറുകാര് നഷ്ടപരിഹാരം വല്ലതും തന്നോ? അവര് ഈ കൂടെ വന്നവർക്കൊക്കെ പുനലൂര് വന്നവർക്കെല്ലാം പൈസ കൊടുത്തു. ഒന്നും തന്നില്ല. അപ്പോഴേ കാലിൽ ഒടിവന്നോ പൊട്ടലാണോ ഉള്ളത്? ഇത് സാറേ ചതവാണ്. ചതവാണ്. ഇത് അപകടം ഉണ്ടായിട്ട് എത്ര നാളായി? 10 ദിവസമായി. 20 ദിവസമായി. ശരി ശരി ശരി. വാഹനാപകടത്തിൽ ടയർ കയറി ഇറങ്ങിയതാണ്. അദ്ദേഹം ഒരു ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നടയിൽ ഇരിക്കുമ്പോഴാണ് വാഹനം വന്ന് അദ്ദേഹത്തിന്റെ കാലിലൂടെ കയറി ഇറങ്ങിയത്. അതെ അതെ അതെ. ശരി, കുഴപ്പമില്ല. നമുക്ക് കാലൊക്കെ സുഖമാക്കി എടുക്കാം കേട്ടോ. അപ്പോഴേ നമുക്ക് ഇവിടെ 1000-ലേറെ ആളുകളുണ്ട് നമ്മുടെ കൂടപ്പുറപ്പുകളായിട്ട്. അവരോടൊപ്പം അവരൊരാളായിട്ട് അവരെ സ്നേഹിച്ച് കരുതി പരസ്പരം സ്നേഹം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യണം. സ്നേഹം കൊടുക്കണം, വാങ്ങണം. എന്നിട്ട് സൗഹാർദ്ദത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഈശ്വരൻ നമുക്കിനി എത്ര നാളാണ് കാലാവധി എന്നറിയില്ല. ഈശ്വരൻ കൽപ്പിച്ചിരിക്കുന്ന ബാക്കി നാളുകൾ നമുക്ക് നമ്മുടെ വീടായിട്ട് ഇത് കാണുക, ഇവിടെയുള്ള ആളുകളെ നമ്മുടെ കൂടപ്പറപ്പുകളായിട്ട് കാണുക. അവരുടെ ശിഷ്ടകാലം ജീവിച്ചു തീരാൻ ഈശ്വരൻ അവർക്ക് അനുഗ്രഹം നൽകട്ടെ, കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ദൈന്യസ്ഥിതി ബോധ്യപ്പെട്ടിട്ട് കലയുടെ ആശ്രയയിൽ അവരെ അറിയിക്കുകയും ഇവിടെ എത്തിക്കാൻ മുൻകൈ എടുക്കുകയും ചെയ്ത ബഹുമാന്യ പഞ്ചായത്ത് പ്രസിഡന്റിനോടും പഞ്ചായത്തിലെ ജീവനക്കാരോടും അവിടുത്തെ ബഹുജന പ്രവർത്തകരോടും ഒക്കെയുള്ള ആശ്രയ പ്രസ്ഥാനത്തിന് നന്ദി പ്രത്യേകം അറിയിക്കുന്നു. പോലീസുകാരും അതിൽ പങ്കാളികളായിട്ടുണ്ട്. പുനലൂർ താലൂക്ക് ആശുപത്രി ജീവനക്കാർ പങ്കാളികളായിട്ടുണ്ട്. കുളത്തൂപ്പുഴ ഗവൺമെൻറ് ആശുപത്രിയിലെ ജീവനക്കാർ പങ്കാളികളായിട്ടുണ്ട്. എല്ലാവരോടുമുള്ള ആശ്രയ പ്രസ്ഥാനത്തിന് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു.